ജയലരാജേ, നമ്മുടെ അയൽക്കാരൻ നാറി ഫുഡ് ഇൻസ്പെക്ടർ വന്നതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ ഗ്രൂപ്പിലും നോക്കിയോ, ഷെയർ ചെയ്തൊക്കെ നോക്കി അല്ല അതൂരി അവനെ നമുക്ക് പക്കാടയിൽ പനാവറൊക്കെ കൊന്നാലടാ. ഒന്നും ഉണ്ടായിരുന്നു ചേട്ടാ, ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. ഒന്നും കലക്കാണ്ട് തന്നെ ഇങ്ങനെ കുടുംബ ഗ്രൂപ്പ്. ഹലോ സാറേ, ശരി താങ്ക്സ്. എടാ ലാബിൽ നിന്ന് റിസൾട്ട് വന്നു, നിന്റെ ഫുഡിന് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ ലൈസൻസിന്റെ സസ്പെൻഷൻ മാറാൻ അത് മാത്രം പോരാ. ഫുഡിന് കുഴപ്പമില്ല പിന്നെ എന്താണ്? എടാ അസുഖം ബാധിച്ച കേസല്ലേ, ആളങ്ങനെ തട്ടിപ്പോയി അവർ തൂങ്ങേണ്ടി വരില്ലേ? സാറ് പറയുന്നത് ആ പെങ്കച്ച് ചെന്ന് പരാതിയില്ലെന്ന് എഴുതി കൊടുത്താ നിന്റെ ലൈസൻസ് കൊടുത്തേക്കാന്ന്. സമാനായി അതിനവര് വരുമോ? വരുത്തണം. ഒരു തെരേസ, പുതുപ്പറമ്പിൽ വീട്, കുമ്പളം പടിഞ്ഞാറ്. ഇപ്പോൾ ആൾ ജെസി ഹോസ്പിറ്റലുണ്ട്. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് സെൻഡ് ചെയ്യടി. നടപടിയായ ഞാൻ തന്നെ മേടിച്ചു തരാം ലൈസൻസ്. എന്നാ നീ വിട്ടോ, ഇത് തീർന്നില്ല, അല്ലേ ഞാനോട് വരായിരുന്നു. ഞാൻ പോക്കോളാം. ബാ. അങ്ങനെ തീരാനാ അയാൾ കുറെ നേരമായിട്ട് പൂന്ന് ഊതിക്കൊണ്ടിരിക്കല്ലോ, തീ കത്തിക്കാൻ പറ. എന്റെ രാമേട്ടൊന്ന് ഊതി കത്തിക്കേ. അയ്യോ കൊച്ചു നല്ല ഔഷധത്തിലാണല്ലോ. വയറ് നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് കേട്ടോ, മൊത്തത്തിൽ വാട്ടം കണ്ട. അയ്യോ അമ്മച്ചീനെ എടുത്തോണ്ട് പോകേണ്ടി വരും. ഒന്നും മിണ്ടാതിരിക്കും. ഹലോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു, അപ്പോഴാ അറിഞ്ഞ ഡിസ്ചാർജ് ആയിന്ന്. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. എന്താ കാര്യം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അമ്മച്ചീനകത്തോട്ടാക്കി. ഒന്ന് വയറിളകിന്ന് വെച്ച് ക്ഷീണിച്ചു പോകുന്ന തടിയൊന്നും അല്ലടാ ഇത്. അയ്യോ നല്ല ശ്രുതി, താളം, അടിപൊളി അമ്മച്ചി. അമ്മച്ചി നല്ല മാസാണല്ലോ. അത് ചോദിക്കാൻ വന്നാണ്. അല്ല, ഞങ്ങളെ ഈ തെരേസയെ ഒന്ന് കാണാൻ. ഞാൻ എന്താ കാര്യം? ഞാൻ രാജേഷ്, ചാന്ദ് ഫുഡ് പ്രൊഡക്ട്സിന്റെ MD ആണ്. ഓ, അത് നിങ്ങളുടെ ആയിരുന്നല്ലേ? കംപ്ലൈന്റ് പിൻവലിക്കണമെന്ന് പറയാൻ വന്നാണ്. നടക്കൂല. പെങ്ങളെ, അതെ, നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞ ഉണ്ണിയപ്പൻ ടെസ്റ്റ് ചെയ്തതിന് റിസൾട്ട് വന്നു. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് നുണ പറയാണെന്നാണോ പറയണേ? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. നിങ്ങൾ വല്ലതും പുറത്തുനിന്ന് കഴിച്ചിട്ട് വയറിളകില്ലേ? അതെ, ഞങ്ങൾ ഇന്നലെ ആകെ പുറത്തുനിന്ന് കഴിച്ചത് നിങ്ങളുടെ ഉണ്ണിയപ്പം മാത്രമാ. പിന്നെ കഴിച്ചത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ്. അത് കഴിച്ചിട്ടൊന്നും ആർക്കും ഇതുവരെ വയറിളക്കം ഉണ്ടായിട്ടില്ല. ഓ, അമ്മച്ചി, അച്ഛനായിട്ട് തുടങ്ങിയ ഓർമ്മയാണ്. ഇന്നേ വരെ ഞങ്ങളുടെ പലഹാരം കഴിച്ചിട്ട് ഒരു കംപ്ലൈന്റ് പോലും വന്നിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി. ഇതേ തട്ടിപ്പ് ടീമിന്റെ സ്ഥിരം നമ്പറാണ്. അത് ഇവിടെ ഓടൂല. വേഗം സ്ഥലം വിടാൻ നോക്ക്. പെങ്ങളെ, തട്ടിപ്പല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. പറ്റുവാണെങ്കിൽ ആ പരാതി ഒന്ന് പിൻവലിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നടക്കൂലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒന്ന് പോയി ചോദിച്ചാലോ? മോളെ ഒന്ന് തന്നെ ഞങ്ങള് മാപ്പ് പറഞ്ഞാലാ? എന്തിന്? മോക്കും കുടുംബത്തിനുണ്ടായ തൂറ്റലിന്. ആര് ചോദിച്ചിട്ട് കാര്യമില്ല, അവര് മൊത്തത്തിൽ തൂറി കിഴിവരിക്കുകയാണ്. കുഞ്ഞട്ടോ, എന്റെ ചായ കുടിക്കാനാണേ. എടാ, നിന്റെ അപ്പം ഭയങ്കര സീരിയസ് മനായിരുന്നല്ലോടാ. പിന്നെ നിനക്ക് ഇവിടെ നിട്ടടേ ഈ വലിച്ച തമാശ. അപ്പന് പറഞ്ഞോണ്ടല്ല ഒഞ്ഞി പോടാപ്പ. നല്ല കാര്യം ഉണ്ടായിരുന്ന. അല്ല, അതുകൊണ്ടിപ്പം സീരിയസ് ഇനിയിപ്പോ കോമഡി ആയില്ലേ? സീരിയസ് ആയിട്ട് ഇപ്പൊ വലിയ ഗുണമൊന്നുമില്ലല്ലോ. എന്നാ ചായ കുഞ്ഞോട്ടോ. അതെ, ഉണ്ണിയപ്പം ഇരിക്കണ്ടെങ്കിൽ ഒന്ന് വയറിളക്കാനാ. എവിടെ ചോദിച്ചാ മതി, സാധനം കിട്ടും. ഉണ്ടാ എടാ, ഉണ്ടെങ്കിൽ താടാ. എടാ കാശ് തരടാ. എന്തടാ ഒന്ന് അടങ്ങിയിരുന്നോ? കൈനാറും വേണ്ട. ബാഗ് എടുത്തോ. വന്നിട്ട് കാണിച്ചാലാ ആരാന്നുള്ള കാര്യം നിനക്കൊന്നും അറിയാമല്ല. എടാ, നീ ഒരു നിഷ്കുവായി പോകണം. ഞാൻ വിചാരിച്ച ചായ അവന്റെ മുഖത്തേക്ക് വെച്ചിട്ട് 2 തൊഴി അവന്റെ നാവിക്കിട്ട് കൊടുക്കുന്നു. നീ എന്താ കാണിച്ചേ? എന്നിട്ട് വേണം അവനെന്നെ വാരിയെടുത്ത് തലക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഫോണടിക്കുന്നു. അതെടി. ഹലോ, വരാം. ഓ,
എന്താണ് അടുത്ത ട്രോഫി. എന്നാ ഈ ചായ ക്ലാസ് പിന്നെ കൊടുക്കാൻ പാ. അത് അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല കൊടുക്കും.